ദേവീ ശരണം അമ്മേ ഭാസിപ്പോ നിന്നിലമ്മേ ജഗതീതുവിധം വിസ്മയക്കാഴ്ചയായി നീ ഭാവിക്കും പോലെ മാത്രം സകലതോ മകജേ സംഭവിക്കുന്നു വാർത്താൽ ഭവ്യം നിൻ പാദപത്മം ഭവഭയമകലെ പോക്കുവാൻ പോന്നതല്ലോ ഭംഗ്യാവന്നെൻ്റെ മുന്നിൽ ഭഗവതി വിലസിയിടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. 29ാമത്തെ അധ്യായം സപ്തമസ്കന്ധത്തിലെ നമ്മൾ അവലോകനം ചെയ്ത് ഇന്നലെ സമർപ്പിച്ചു. അടുത്ത ത്രിംശോധ്യായ 30ാമത്തെ അധ്യായത്തിലേക്കാണ് ഗൗരിയുടെ ജനനത്തിനെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഈ അധ്യായം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു ദുർഗമനെ വധിച്ച ഹരിഹരന്മാർക്ക് അഹന്തയുണ്ടായി, അഹങ്കാരമുണ്ടായി എന്നും പിന്നീട് അഹങ്കാരം കാരണം അവരുടെ പത്നിമാരായിട്ടുള്ള ശക്തിയെയും ലക്ഷ്മിയെയും നിരാകരിച്ചു. അങ്ങനെ നിരാകരിച്ച സമയത്ത് ശക്തിയും ലക്ഷ്മിയും അന്തർധാനം ചെയ്തു. അതോടെ ഹരിഹരന്മാരുടെ ശക്തിയെല്ലാം ചോർന്നുപോയി, ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി തീർന്നു. ബ്രഹ്മാവ് ചിന്താതുരനായി അവരുടെ കർമ്മങ്ങളെയും, അതായത് പരിപാലനം, സംഹാരം എന്നീ കാര്യങ്ങളെ കൂടി ബ്രഹ്മാവിന് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരുന്ന ബ്രഹ്മാവ് ആലോചിച്ചു, ഇനിയിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാനായി എന്താണ് പോംവഴി എന്ന്. അതിന് പരാശക്തിയുടെ കോപം നിമിത്തമാണ് ഇപ്രകാരം ഉണ്ടായത് എന്നും പരാശക്തിയെ ഭജിച്ച് തൃപ്തിപ്പെടുത്തണം, എന്നാൽ ഇതിന് മാർഗമുണ്ട് എന്ന് കണ്ട ബ്രഹ്മാവ് താൻ ഇപ്പോൾ തൻ്റെ കർമ്മങ്ങളെയും മറ്റുള്ള ഹരിഹരന്മാരുടെ കർമ്മങ്ങളെയും വിട്ടുകൊണ്ട് അതിനായിട്ട് പോകാൻ സാധ്യമല്ലാത്തത് കാരണം തൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രജാപതികളെയും മരീച്യാദികളെയും സനകാദികളെയും എല്ലാം വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദേവിയെ, പരാശക്തിയെ തപസ് ചെയ്ത് പരാശക്തിയുടെ അനുഗ്രഹം മേടിച്ച് വീണ്ടും ഹരിഹരന്മാർക്ക് അവരുടെ പത്നി രൂപത്തിൽ ലക്ഷ്മിയും പരാശക്തിയും തിരിച്ചു കിട്ടി, അവരുടെ ശക്തികൾ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കണം, തപസ് ചെയ്യണം എന്ന് പുത്രന്മാരെ ബ്രഹ്മാവ് ഉപദേശിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. കഥ തുടർന്നുകൊണ്ട് വ്യാസൻ പറയണു, തതസ്തേധു വനോദ്ദേശേ ഹിമാചലാശ്രയാഃ മായാബീജജപാസക്താഃ തപശ്ചേരു സമാഹിത. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അച്ഛൻ്റെ ഉപദേശം കിട്ടിയിട്ട് അവരെല്ലാവരും കൂടി ഹിമാലയത്തിൻ്റെ താഴ്വരയിലെത്തി. അവിടെയുള്ള ഒരു വനപ്രദേശത്ത് ഏകാഗ്രചിത്തരായി ഇരുന്നു കൊണ്ട് മായാബീജമന്ത്രം ജപിച്ചുകൊണ്ട് അവർ പരാശക്തിയെ തപസ്സു ചെയ്തു എന്നാണ് പറയണത്. 1,00,000 വർഷം മാത്രമേ അവർ പരാശക്തിയെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തത്. അവരുടെ തീവ്രമായിട്ടുള്ള തപസ്സിൽ പ്രസന്നയായി തീർന്ന ദേവി അവർക്ക് പ്രത്യക്ഷ ദർശനം കൊടുത്തു. ആ ദേവി പാശാങ്കുശ വര അഭയങ്ങളോടുകൂടി ചതുർബാഹുകളോടുകൂടി ത്രിലോചനയായിട്ടുണ്ട്. കരുണാരസ സമ്പൂർണയായി സച്ചിദാനന്ദ സ്വരൂപിണിയായി ദർശനം കൊടുത്ത ആ പരാശക്തിയെ കണ്ട മുനിമാരെ ദേവിയെ
വിശ്വരൂപേ വൈശ്വാനരേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടതാ സ്തുതിക്കുന്ന സ്തുതികൾ കുറച്ച് ശ്ലോകങ്ങളിലൂടെ പറയുന്നുണ്ട്. അവരുടെ സ്തുതിയും തപസ്സും എല്ലാം കേട്ട് സന്തോഷമായിട്ടുള്ള പരാശക്തി അവരോട് എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹരിഹരന്മാരുടെ ശരീരത്തിന് സൗഖ്യം, അവർക്ക് രണ്ടുപേർക്കും ശക്തി ലാഭം ഉണ്ടാവണമെന്ന വരമാണ് അവർ ദേവിയോട് ചോദിച്ചത്. ദക്ഷനപ്പോൾ ദേവിയോട് വീണ്ടും അപേക്ഷിച്ചത്, ദേവി, എൻ്റെ വംശത്തിൽ ദേവിയുടെ ജന്മം ഉണ്ടാകുമാറാകണം അമ്മേ, അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി തീരണം എന്ന് ഉള്ള ഒരു വരം ദക്ഷനും ദേവിയോട് ആ സമയത്ത് ചോദിച്ചു. അവരുടെ വാക്കുകളെ കേട്ട ദേവി പറഞ്ഞു, എൻ്റെ ശക്തികളെ അപമാനിച്ചതുകൊണ്ടാണ് ഈ ഹരിഹരന്മാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഈ സ്ഥിതി വന്നത്. ഇങ്ങനെയുള്ള അപരാധങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ കാക്ഷിച്ചതുമാതിരി അവർ രണ്ടുപേരുടെയും ശരീരത്തിന് സ്വസ്ഥതാശക്തി ഉണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും ശക്തി നഷ്ടപ്പെടാൻ കാരണഭൂതമായിട്ടുള്ള അവരവരുടെ പത്നിമാര് തിരിച്ചു വരും. എൻ്റെ തന്നെ അംശമായിട്ടുള്ള ലക്ഷ്മിയും അതേമാതിരി തന്നെ ഗൗരിയും അവർക്ക് തിരിച്ചു കിട്ടും. അതോടുകൂടി അവർക്ക് സർവശക്തികളും മുമ്പത്തെ പോലെ ഉണ്ടാകും. ആ ശക്തികളിൽ ഒരാൾ നിന്റെ ഗൃഹത്തിലും ജനിക്കും എന്ന് ദക്ഷനും അനുഗ്രഹം കൊടുത്തു. എൻ്റെ ഭായാബീജമന്ത്രമാണ് മുഖ്യം, അതാണ് എനിക്ക് സദാ പ്രിയങ്കരമായിട്ടുള്ളത്. എൻ്റെ വിരാട് രൂപം കണ്ടുകൊണ്ട് ധ്യാനിക്കാമല്ലെങ്കിൽ ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നതായിട്ടുള്ള എൻ്റെ ഈ രൂപം കൊണ്ടും ധ്യാനിക്കാം, അതല്ലെങ്കിൽ എൻ്റെ സച്ചിദാനന്ദ സ്വരൂപത്തിനെ ധ്യാനിക്കാം. സകല ജഗത്തും എൻ്റെ സ്ഥാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്നെ സർവദാ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെയും അനുഗ്രഹിച്ചുകൊണ്ട് മണിദ്വീപവാസിനിയായിട്ടുള്ള ദേവി അന്തർധാനം ചെയ്തു. ദക്ഷാദികളായ മുനിമാരെല്ലാം പിതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് ചെന്നു. ബ്രഹ്മാവിനോട് സകല കാര്യങ്ങളും പറഞ്ഞു. ഹരനും ഹരിയും സ്വസ്ഥരും, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സമർത്ഥരും, അംബികയുടെ കൃപയാൽ ഗർവമറ്റവരുമായി ഭവിച്ചു. കാലം കടന്നുപോകെ ഒരിക്കൽ പരാശക്തിയുടെ തേജസ് ദക്ഷഭവനത്തിൽ അവതരിച്ചു എന്ന് പറയുകയാണ്. ദേവന്മാരെല്ലാം സന്തോഷിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു. പെരുമ്പറയെല്ലാം കുട്ടി. സജ്ജനങ്ങളുടെ മനസ്സെല്ലാം തെളിഞ്ഞു. നദികളൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. സൂര്യനിതാ പ്രകാശിച്ചു നിന്നു. മംഗളസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ ജനനത്താൽ സർവത്ര മംഗളം സംഭവിച്ചു. ബ്രഹ്മരൂപിണിയുടെ അവതാരമായതുകൊണ്ട് ദക്ഷൻ തൻ്റെ പുത്രിക്ക് സതി എന്ന് പേരിട്ടു. ശിവന്റെ ശക്തിയായിരുന്നതിനാൽ അവളെ യഥാകാലം വീണ്ടും ശിവന് വിവാഹം കഴിച്ചു കൊടുത്തു. ഹേ രാജാവേ, വിധിവിനിയോഗത്താൽ അവൾ വീണ്ടും ദക്ഷന്റെ യാഗാഗ്നിയിൽ ചാടി